ലൈറ്റ് ഹൗസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 4 ഭടന്മാർ ഭാരമേറിയൊരു മരക്കഷ്ണം ഉന്തുവണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിന് വലിയ ഭാരമുണ്ടായിരുന്നതിനാൽ അത് ഉയർത്തി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും വീണ്ടും ഉരുണ്ട് താഴോട്ടേക്ക് വീണു. പല പ്രാവശ്യം പരിശ്രമിച്ചെങ്കിലും മരത്തടി വണ്ടിയിൽ കയറ്റുവാൻ കഴിയാതെ ഭടന്മാർ വിഷമിച്ചു. അവരുടെ മേലന്വേഷകനായ കോർപ്പറൽ ദൂരെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിക്കുകയാണ്. ഇനിയും തടി കയറ്റി കഴിഞ്ഞില്ലേ എന്നയാൾ ഭടന്മാരോട് വിളിച്ചു ചോദിക്കുന്നത് അതുവഴി കുതിരപ്പുറത്ത് വന്ന ഒരാൾ കേട്ടു. വീണ്ടും തടി ഉയർത്താൻ പാടുപെടുന്ന ഭടന്മാരുടെ ദയനീയ സ്ഥിതി കണ്ട് അശ്വാരൂഢനായ ആ മനുഷ്യൻ കോർപ്പറലിനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടെ? ഒന്ന് താങ്ങിക്കൊടുത്താൽ തടി വണ്ടിയിലേക്ക് കയറും. ഞാനൊരു കോർപ്പറലാണ്, ഇത്തരം പണികളൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല. ഇതായിരുന്നു മറുപടി. ഇത് കേട്ട ആഗതൻ ഒന്നും മിണ്ടാതെ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി ആ ഭടന്മാരുടെ അടുത്തേക്ക് ചെന്ന് തടി പിടിക്കാൻ കൂടി സഹായിച്ചു. അങ്ങനെ മരക്കഷ്ണം വണ്ടിക്കുള്ളിലായപ്പോൾ ഭടന്മാർ പറഞ്ഞു, താങ്ക്സ്. അതുപോലും കേൾക്കാതെ നിൽക്കാതെ തിരക്കിട്ട് കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോവുകയും ചെയ്തു. അടുത്ത ദിവസം അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിങ്ടന് ഒരു പൗര സ്വീകരണം അവിടെ നടന്നു. ആ ചടങ്ങിൽ മേൽപ്പറഞ്ഞ കോർപ്പറലും പങ്കെടുത്തിരുന്നു. സ്വീകരണം ഏറ്റുവാങ്ങി വേദിയിലിരിക്കുന്ന വാഷിങ്ടനെ കണ്ടപ്പോൾ കോർപ്പറൽ ഞെട്ടി. കാരണം തലേ ദിവസം കുതിരപ്പുറത്തുനിന്ന് വന്നിറങ്ങി ഭടന്മാരെ തടി കയറ്റാൻ സഹായിച്ച അതേ വ്യക്തി തന്നെയായിരുന്നു വേദിയിലിരിക്കുന്നത്. വലിയ മനുഷ്യർക്ക് ചെറിയവരാകാൻ കഴിയൂ, പക്ഷെ അതിന് തയ്യാറാകണം. ഒന്ന് ചെറുതാകാൻ തയ്യാറായിരുന്നെങ്കിൽ എന്തുമാത്രം മനസമാധാനം നമുക്ക് ലഭ്യമായിരുന്നു. ചെറുതാകാൻ തയ്യാറല്ലാത്തവർക്ക് ക്ഷമിക്കാനും മറക്കാനും പറ്റില്ല. വാശിയുടെയും മത്സരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പിന്നിലുള്ളത് ചെറുതാകാനുള്ള വിഷമമാണ്. ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒന്ന് ചെറുതാകാൻ മനസ്സു വച്ചാൽ കുടുംബകലഹങ്ങളുടെ ആധിക്യം നീങ്ങിപ്പോകും. രാഷ്ട്രീയ കലഹങ്ങളും വലുതാകാൻ ശ്രമിക്കുന്ന ചെറിയ മനുഷ്യരുടെ ദൗർബല്യങ്ങളാണ്. വേദനകൾ ക്ഷമയോടെ സഹിക്കാനും പരാതിയും പിറുപിറുപ്പും ഇല്ലാതെ ജീവിക്കാനും ചെറുതാകാൻ കഴിവുള്ളവർക്കേ കഴിയൂ. ചെറുതാകാൻ കിട്ടിയ അവസരങ്ങളൊക്കെ തിരിച്ചറിയാത്തത് കൊണ്ട് അവയെല്ലാം മനസ്സിൽ മുറിവും ദുഃഖവും സൃഷ്ടിച്ചിട്ടുണ്ടാകാം. വാശിയുടെയും വൈരാഗ്യങ്ങളുടെയും മാത്സര്യഭാവത്തിൻ്റെയും പിന്നിലുള്ള വലിയവനാകാനുള്ള പ്രേരണകളെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയണം. ചെറുതാവുന്നതാണ് വലിപ്പത്തിൻ്റെ ലക്ഷണം എന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഗ്രഹിക്കണം.